എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉച്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ വരുന്നെങ്കിലും രാവിലെ ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ വെക്കുന്ന വീഡിയോ അല്ല, വെക്കുന്ന വീഡിയോയാ? ഇത് രാവിലെ വെക്കുന്നതാണ് കറികളിൽ. രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. ഇന്നലെ അവരൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. എന്താ വാടിയത്, നല്ല വില കുറവ്, 30 രൂപയുള്ളൂ കിലോ. ഒന്ന് അവരൊക്കെ വെച്ചിട്ടൊരു കറിയാണ്, വളരെ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കുക. എപ്പോഴും തോരനല്ല വയ്ക്കുക, പിന്നെ കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. രണ്ടുപേരും ഡ്രസ് കോഡ് ഇട്ട് വന്നിരിക്കുന്നേ. ശരി. ഇത് അവരൊക്കെയാണ്. അപ്പോൾ 3 ആയിട്ട് മുറിക്കണം കേട്ടോ. അവരൊക്കെയാണെന്ന് കണ്ടിട്ട് മനസ്സിലായില്ല, പയറാണ് വിചാരിച്ചു. വലുതായിട്ട് മുറിക്കണം, പൊളിക്കണം കേട്ടോ, അല്ലെങ്കിൽ പുഴു ഉണ്ടാവുക. പൊളിച്ചിട്ട് വേണം. ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെക്കണം. പൊളിക്കാണ്ടേ അതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും. ഒരിക്കലും പൊളിക്കാണ്ട് അവരൊക്കെ നോക്കണ്ട കേട്ടോ. നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു പിടി പരിപ്പ് ഇട്ടാ, കഴുകിയതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒറ്റ വിസിൽ. ഒരു തേങ്ങ അരച്ചിട്ട് വരാം. തേങ്ങ പൂളുണ്ടാവും, ചേർക്കാൻ തിരിയുള്ളൂ. എനിക്ക് ചിരകനെക്കാട്ടി എളുപ്പം ഇങ്ങനെ എടുക്കാനാണ്. പക്ഷെ കൈയൊക്കെ നോക്കിയും കൊണ്ട് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൈ ഇതേപോലെ കൂടെ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് പറ്റില്ല, ഏട്ടന് ചിരകാൻ മാത്രമേ പറ്റുള്ളൂ. ഇല്ലേട്ടാ, ഏട്ടന് അങ്ങനെ പൂളാൻ കിട്ടില്ല ഏട്ടാ. ഏട്ടന് കിട്ടില്ല. പിന്നെ എൻ്റെ കൈയും കൂടി വരും. പക്ഷെ ഡേഞ്ചറാണ്, ആരും അനുകരിക്കരുത്. എല്ലാവരും കിട്ടില്ല. കൈ കണ്ട. കുറച്ച് തേങ്ങ, 2 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 3 കൂടി അരച്ചിട്ട് വരാം. നമ്മുടെ പരിപ്പ് വന്താ നോക്കാം. പരിപ്പ് വന്നു കിട്ടാം. ചട്ടിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് അവരക്കാട്ടാ. 1/4 കിലോ ഉണ്ട്. വെള്ളത്തിട്ടപ്പോ വീർത്തു. 4-5 പ്രാവശ്യം കഴുകിയതാണ്. എനിക്ക് വലിയൊരു തക്കാളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ. നന്നായി ഇറക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവാട്ടം, ചൂടുവെള്ളം. ഒന്ന് വേകട്ടെ. അവർക്കും തക്കാളിയും വെന്തോ നോക്കട്ടെ കേട്ടോ. വെന്തു, നന്നായി വെന്തു. ഇനി അരപ്പ് ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു സിമ്പിൾ കറിയാണ്. ജാറൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ജാറൊന്ന് കഴുകാം. ഒന്ന് തിളക്കട്ടെ. അരപ്പ് വെച്ചിട്ട് തിളച്ചു വിട്ടാ. ഇനി ഒന്ന് താളിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 5-8 ചെറിയ ഉള്ളി,
വറ്റൽ മുളക് ഇട്ടാൽ 3 വറ്റൽ മുളക്, ഒരു 2 തണ്ട് കറിവേപ്പില. ഒന്നും കൂടി ഇട്ടോ രസമല്ലേ. ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. വരട്ടെ. ഉള്ളി മൂത്ത് വന്നു. ഈ ഓഫാക്കുക. ഒരു നുള്ളു മുളക് പൊടി ഇട്ടാൽ കളറിനാണ്. ഒഴിച്ചോ. സൂപ്പർ കറി കണ്ടി. അടിപൊളി അവരക്ക പരിപ്പ് കറിയിട്ടാ. സൂപ്പറാണ്. ഇത് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. കിലോയാണ്, കിലോസ്കിയാണ്. അതെ. മുട്ട കൊത്തി പൊരിക്കാനാണ് കേട്ടോ. അവരക്ക കറി, മുട്ട കൊത്തിപ്പൊരി. സ്പെഷ്യലൊന്നുമില്ല, ഇതന്നെ സ്പെഷ്യൽ കിട്ടോ. ഞായറാഴ്ച ആയിട്ട് ചിക്കൻ വേണ്ട പറഞ്ഞിട്ടാണ്. ഇനി മീനൊട്ട് കഴിക്കൂല. മീമി വറുത്തല്ല കഴിക്കുള്ളൂ. എന്താ ഒരു കാറ്റ്, നല്ല കാറ്റ്. നല്ല ആരുടെ അടുത്തിട്ട് പോകണം. നല്ല മത്തി വറുത്തതും ചൂട് ചോറും അവരക്കറി തന്നെ മതി. ഇതിൻ്റെ കൂടെ വേറെ ഒന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത്രയും ടേസ്റ്റ് ആട്ടത്. നല്ല കിടിലനായിട്ടുണ്ട്. ഞാൻ ഉള്ളി അരിയാണ്. കുറച്ചധികം ഉള്ളി വേണം. 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. കാറ്റ് നോക്ക്. വേണ്ട, ഞാനിപ്പോ പോവും. ഫോണ് പിടിച്ചില്ലെങ്കിൽ ഫോണും കൂടെ പോവും. സവാള കൊത്തല്ല, മുട്ട കൊത്തിപ്പൊരിക്കാൻ സവാള വഴണ്ടി വന്നു. ഇത് ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. വെറൈറ്റി മുട്ട കൊത്തിപ്പൊരിയാ. സൂപ്പർ ടേസ്റ്റാണ്. ഈ തക്കാളി ഇട്ട് കൊടുത്തുട്ടാ. തക്കാളി ഉള്ളിയൊന്ന് വഴണ്ടി വരട്ടെ. എല്ലാം പൊടി പൊടുവെന്ന് അരിയണം. പൊടി പൊടിയായ അരിയണം. മുട്ട ഒഴിച്ച് വെച്ചു. ഈ മുട്ട ഒഴിച്ചു വിട്ടാ. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ടു. എല്ലാം ഇട്ടു. വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. വേണമെങ്കിൽ ഇടാം. ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇടാ ശരിക്കും. ഞാൻ വെറുതെ പറഞ്ഞാണ്. ചിക്കൻ എടുക്കട്ടെ. മുട്ട കൊത്തിപ്പോയി റെഡിയായി. ഇനി ചോറിന് സൂപ്പറാണ്. ഇടും. നല്ല അവരക്ക കറിയിട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം വെച്ച് നോക്കുക. അടിപൊളിയായിട്ടുണ്ട്. ഒന്നും തോരനല്ല വയ്ക്കുക. കറി മുട്ട കൊത്തിപ്പൊരി ഉണ്ണിക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. സ്പെഷ്യൽ. നിങ്ങളുടെ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. അഭിപ്രായങ്ങൾ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മുട്ട മസാല തന്നെ മതി. ഭക്ഷണം ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടാണ്. ഇടല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും